ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റിയിലെ 4ാമത്തെ മൊഡ്യൂളാണ് നോക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്നാണ്. ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് നമ്മൾ എങ്ങനെയാണ് ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, പിന്നെ അതേപോലെ തന്നെ എങ്ങനെ ആക്സിഡൻറ്റ്സ് ഒഴിവാക്കാം, എന്തൊക്കെ റീസൺസ് ആണ് ആക്സിഡൻറ്റ്സിന് കാരണമാകുന്നത്, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്, ദെൻ അതിനോടനുബന്ധിച്ചുള്ള റൂൾസും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. സോ ആദ്യം തന്നെ എന്തൊക്കെയാണ് ഡയറക്റ്റ് ലോസസും ഇൻഡയറക്റ്റ് ലോസസും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ആക്സിഡൻറ്റ്സ് ഉണ്ടായ ശേഷമുള്ള ഡയറക്റ്റ് ലോസും ഇൻഡയറക്റ്റ് ലോസും. എന്തൊക്കെയായിരിക്കും നമ്മുടെ ആക്സിഡൻറ്റ് ഉണ്ടായ ശേഷമുള്ള ഡയറക്റ്റ് ലോസ് എന്തൊക്കെയായിരിക്കും? ഡയറക്റ്റ് ലോസ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്സ്പെൻസ്, അതേപോലെ തന്നെ കോമ്പൻസേഷൻ പേയ്മെൻറ്റ് ഫോർ ദ വിക്ടിം, അതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതായത് എന്താണ് ആശുപത്രി ചിലവ്, ഒരു ആക്സിഡൻറ്റിന് ശേഷം ഉണ്ടാകുന്ന പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ കമ്പനിയിലെ വർക്കറിൻ്റെ ആശുപത്രി ചിലവാണ് മെഡിക്കൽ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതേപോലെ തന്നെ ഈ ആക്സിഡൻറ്റ് ഉണ്ടായ ശേഷം കോമ്പൻസേഷൻ കൊടുക്കുമല്ലോ, ആ കോമ്പൻസേഷനെയാണ് നമ്മൾ അടുത്ത ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ അടുത്തതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ലോസ് എന്താണ്? ലോസ് ഓഫ് ടൈം തന്നെയാണ്. അതായത് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ലോസ് ആവുന്ന സമയം. ദെൻ അടുത്തത് ലോസ് ഓഫ് ടൈം ബൈ ഫെലോ വർക്കേഴ്സ്. അതായത് നേരത്തെ പറഞ്ഞത് വർക്കറിൻ്റെ ലോസ് ഓഫ് ടൈം ആണെങ്കിൽ ഇപ്പോൾ എന്താണ്, കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ലോസ് ഓഫ് ടൈം. ദെൻ ലോസ് ഓഫ് ടൈം ബൈ സുപ്പീരിയേഴ്സ്, അത്രയാണ് ആൾക്കാരുടെ ലോസ് ഓഫ് ടൈം ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി അടുത്ത ഇൻഡയറക്റ്റ് ലോസ്, അതായത് നേരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ലോസ്, അതൊക്കെയാണ് നമ്മൾ ഈ സെഗ്മെൻറ്റിൽ പറയുന്നത്. ദെൻ അടുത്ത ഇൻഡയറക്റ്റ് ലോസ് ഏതാണ്? മെഷീൻസിൻ്റെ ഡാമേജ് കാരണം ഉണ്ടാകുന്ന ലോസ്. ദെൻ അടുത്ത എന്താണ്? ലോസ് ഡ്യൂ ടു റിഡക്ഷൻ ഇൻ എഫിഷ്യൻസി ഓഫ് ദ വർക്കർ വെൻ ഹീ റിട്ടേൺസ് ആഫ്റ്റർ റിക്കവറി. അതായത് ഈ ആക്സിഡൻറ്റിന് ശേഷം ഈ വർക്കർ തിരിച്ചു വരുമല്ലോ, അപ്പോൾ പുള്ളിയുടെ എഫിഷ്യൻസിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടാവുമല്ലോ. അതായത് നേരത്തെ പുള്ളി ചെയ്തിരുന്ന വർക്ക്, അത്രയും ലോഡ് അല്ലെങ്കിൽ നേരത്തെ ചെയ്തിരുന്ന ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഇഞ്ചുവേർഡ് ആയ വർക്കറിന് എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. സോ ആ ഒരു ഇൻഡയറക്റ്റ് ലോസും ഇതിനകത്ത് വരും. ദെൻ ലോസ് ഡ്യൂ ടു റിഡക്ഷൻ ഇൻ ദ എഫിഷ്യൻസി ഓഫ് അതർ വർക്കേഴ്സ് ഡ്യൂ ടു fall in their moral.
എന്താണ് ഈ ഒരു ആക്സിഡൻറ്റിന് ശേഷം ബാക്കിയുള്ള വർക്കേഴ്സിന് എന്തുണ്ടാവും, ഒരു സെൽഫ് കോൺഫിഡൻസിൽ റിഡക്ഷൻ ഉണ്ടാവും. അതായത് ഇങ്ങനെ ഒരു വർക്ക് നടന്നുകൊണ്ടിരുന്നപ്പോഴാണല്ലോ ഈ ഒരു ആക്സിഡൻറ്റ് നടന്നത്. ദെൻ അതുകൊണ്ട് എന്തുണ്ടാവും, ഈ കോ വർക്കേഴ്സിന് അല്ലെങ്കിൽ ഫെലോ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിയിൽ ഒരു കുറവുണ്ടാവും, അവർക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടാവും. അതാണ് ആ പോയിന്റ് പറയുന്നത്. Then losses to the injured worker. Then injured worker suffers the loss of his income. Then loss due to medical expenditure, pain felt by worker which cannot be compensated. അപ്പോൾ അടുത്തതായിട്ട് പറയുന്നത് എന്താണ്, ആ വർക്കറിനുണ്ടായ നഷ്ടങ്ങളാണ്. പുള്ളിക്ക് സമയം മാത്രമല്ല, പുള്ളിയുടെ ഇൻകം നഷ്ടപ്പെട്ടു. ദെൻ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ പുള്ളിയുടെ കയ്യിൽ നിന്നായി. ദെൻ എല്ലാത്തിനും ഉപരി എന്താണ്, പുള്ളിക്ക് നല്ല പെയിനും ഉണ്ടാവും. ഇതിനെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് പെയിൻ അനുഭവിച്ചേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ പെയിനെയൊന്നും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനടുത്ത് എന്താണ്, ലോസ് ഓഫ് കസ്റ്റമേഴ്സ് ഡ്യൂ ടു ലേറ്റ് ഡെലിവറീസ്. അതായത് ഈ ഒരു വീഴ്ച ഉണ്ടാകുമ്പം എന്തായാലും ഒരു ലാഗ് ഉണ്ടാവും. ആ ലാഗ് കാരണം ഉണ്ടാവുന്ന കസ്റ്റമേഴ്സിൻ്റെ ഡിസാറ്റിസ്ഫാക്ഷൻ, അതായത് എന്താണ്, അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ലേറ്റ് ഡെലിവറീസ് കാരണം ഉണ്ടാകുന്ന, കസ്റ്റമേഴ്സിന് ഒരു പ്രോഡക്റ്റ് പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതെല്ലാം എന്തിൽ വരും, ഈ ഇൻഡയറക്റ്റ് ലോസസിൽ വരും. ഇനി നമുക്ക് എന്താണ് സേഫ്റ്റി കൊണ്ട് ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന നേട്ടം എന്ന് നോക്കാം. ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് എന്താണ്, പ്രൊഡക്ഷൻ റേറ്റ് എന്ത് ചെയ്യും, കൂടും. ദെൻ അതേപോലെ അടുത്ത എന്താണ്, റെഡ്യൂസിങ് ആക്സിഡൻറ്റ്സ്. അതായത് സേഫ്റ്റി നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പം, സേഫ്റ്റി എന്നുള്ള കേസ് പ്രൊമോട്ട് ചെയ്യുമ്പം ആക്സിഡൻറ്റ്സ് എന്ത് ചെയ്യും, റെഡ്യൂസ് ആവും. അതേപോലെ റെഡ്യൂസിങ് ഡാമേജ് ടു എക്യുപ്മെൻറ്റ് ആൻഡ് മെഷീനറി ഡാമേജ് ചെയ്യുന്നത് എന്ത് ചെയ്യും, കുറയും. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അടുത്ത പോയിന്റ്, പ്രിവെൻറ്റിങ് പ്രീമച്വർ ഡെത്ത് ഓഫ് ടാലൻറ്റഡ് വർക്കേഴ്സ് ഹു ആർ ആൻ അസറ്റ് ടു ദ ഇൻഡസ്ട്രി ആൻഡ് സൊസൈറ്റി. ഒരു ഇൻഡസ്ട്രിക്കും സൊസൈറ്റിക്കും അസറ്റ് ആയിരിക്കുന്ന ആൾക്കാരാണ് അവരുടെ ടാലൻറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സ്. അപ്പോൾ അവരുടെ ഡെത്ത് എന്ത് ചെയ്യാൻ പറ്റും, വയസ്സായ അല്ലാത്ത മരണം, അതായത് ആക്സിഡൻ്റൽ ഡെത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ദെൻ പ്രിവെൻറ്റിങ് നീഡ്ലെസ് പെയിൻ ആൻഡ് സഫറിങ് ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ആവശ്യമില്ലാത്ത, അതായത് ആക്സിഡൻറ്റ് കാരണം ഉണ്ടാവുന്ന പെയിൻസ് എന്ത് ചെയ്യാൻ പറ്റും, പെയിൻസും സഫറിങ്സും എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ദെൻ പ്രൊമോട്ടിങ് ആൻഡ് കൾട്ടിവേറ്റിംഗ് എ ഹാർമോണിയസ് എൻവയോൺമെൻറ്റ്. അതെന്താണ്, ഒരു നല്ല എൻവയറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് സഹായിക്കും, ഈ സേഫ്റ്റി കീപ്പ് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും. അടുത്തത് സേഫ്റ്റി, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫാക്ടറിക്കകത്ത് യൂസ് ചെയ്യുന്ന കുറേ ടെർമിനോളജി ആണ്. അതായത് സേഫ്റ്റിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടെർമിനോളജിയും കാര്യങ്ങളുമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ടെർമിനോളജി ഫാക്ടറി എന്താണെന്നാണ്. എന്താണ് ഫാക്ടറി? എ പ്ലേസ് വെയർ in 10 or more persons are working and in which a manufacturing process is going on using electricity, steam, oil, etc. അപ്പോൾ 10 അതിലധികം പേഴ്സൺസോ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് ചെയ്യുകയും ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുകയും അതെന്ത് വെച്ചായിരിക്കും നടക്കുന്നത്, യൂസിങ് ഇലക്ട്രിസിറ്റി, സ്റ്റീം, ഓയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് അണ്ടർഗോയിങ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും, ഫാക്ടറി എന്ന് വിളിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു ഡെഫിനിഷൻ മാത്രമാണ്, ഫാക്ടറിയുടെ ഒരു ഡെഫിനിഷൻ മാത്രമാണ് പറഞ്ഞത്. ദെൻ അടുത്ത എന്താണ്, ആക്സിഡൻറ്റ് എന്താണെന്നാണ്. എന്താണ് ആക്സിഡൻറ്റ്? ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എനി ഒക്കറൻസ് ദാറ്റ് ഇൻ്റർഫിയർസ് വിത്ത് ദ ഓർഡർലി പ്രോഗ്രസ് ഓഫ് ആക്ടിവിറ്റി. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ ഓർഡറിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കാൻ കാരണമാകുന്ന ഇൻസിഡൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആക്സിഡൻ്റ് എന്ന് വിളിക്കുന്നത്. ഓർ ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ അൺപ്ലാൻഡ് ഇൻസിഡൻറ്റ്. അതായത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ ഹാപ്പൻ ചെയ്യുന്ന ഒരു ഇൻസിഡൻറ്റിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും, ആക്സിഡൻ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഒരു ഡെഫിനേഷൻ കൂടെ നോക്കാം. ആൻ അൺപ്ലാൻഡ് ഈവൻറ്റ് ദാറ്റ് ഹാസ്
ദ പൊട്ടൻഷ്യൽ ടു കോസ് അഡ്വേഴ്സ് കോൺസിക്വൻസസ്. അതായത് നമുക്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള, നമ്മളെ ബാധിക്കുന്ന രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്ന, കോൺസിക്വൻസസ് ഉണ്ടാക്കുന്ന ഒരു അൺപ്ലാൻഡ് ഈവൻറ്റ് ആണ് എന്ത്, ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻ അൺപ്ലാൻഡ് ഈവൻറ്റ് ദാറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കോസ് അഡ്വേഴ്സ് കോൺസിക്വൻസസ്. ഹാനികരമായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു അൺപ്ലാൻഡ്, നമ്മൾ പ്ലാൻ ചെയ്യാത്ത ഈവൻറ്റിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത്, ആക്സിഡൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആക്സിഡൻറ്റിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന 2 മാർക്കിനൊക്കെ ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ആ ബോക്സും കൂടെ വരച്ച് വെച്ചോണം. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൊട്ടൻഷ്യൽ അഡ്വേഴ്സ് കോൺസിക്വൻസസ്. ആ ഒരു ഡയഗ്രം കൂടെ വരച്ച് വെച്ചോണം. ഓക്കെ, അതായത് പൊട്ടൻഷ്യൽ ടു കോസ് എന്താണ്, അഡ്വേഴ്സ് കോൺസിക്വൻസസ്. അഡ്വേഴ്സ് കോൺസിക്വൻസസ് ഉണ്ടാക്കാൻ പറ്റുന്ന, ഏബിളായിട്ടുള്ള, അതായത് പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു അൺപ്ലാൻഡ് ഈവൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്സിഡൻ്റ് എന്ന് വിളിക്കുന്നത്. അടുത്തത് 2 ടേംസ് ആണ്, ഫ്രീക്വൻസി റേറ്റും സിവിയറിറ്റി റേറ്റും. വർക്ക് പ്ലേസ് സേഫ്റ്റി പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യുന്ന 2 ടേംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഫ്രീക്വൻസി റേറ്റും സിവിയറിറ്റി റേറ്റും എന്ന് പറയുന്നത്. റിപ്പോർട്ട് ചെയ്ത ആക്സിഡൻസിൻ്റെ ബേസിസിലുള്ള കാൽക്കുലേഷനാണ് ഈ 2 കാര്യങ്ങളും തരുന്നത്. യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള 2 ഫോമുലയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പല കൺട്രീസിലും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടായാലും നമുക്ക് ഈ ഫോമുല യൂണിവേഴ്സലി ഏകദേശം ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി റേറ്റിൻ്റെ ആ ഫോമുല മാത്രം അറിഞ്ഞിരിക്കുക. ഇതാണ് ഫോമുല. ഫ്രീക്വൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് ടൈം ഇഞ്ചുറീസ്, അതായത് ഇഞ്ചുറീസിൻ്റെ സമയത്ത് ലോസ്റ്റ് ആവുന്ന ടൈം ഇൻറ്റു 10⁶, അതായത് 1 മില്യണിലാണ് പറയുന്നത്. പെർ മില്യണിലാണ് എന്ത് പറയുന്നത്, പെർ മില്യൺ മാൻ അവേഴ്സിലാണ് ഫ്രീക്വൻസി റേറ്റ് പറയുന്നത്. അതുകൊണ്ട് 10⁶ ഡിവൈഡ് ബൈ ടോട്ടൽ മാൻ അവേഴ്സ് വർക്ക്ഡ്. ടോട്ടൽ മാൻ അവേഴ്സ് വർക്ക്ഡ് അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പം ഈ ഒരു ഫോമുല ഓർത്തിരിക്കുക. സിവിയറിറ്റി റേറ്റ് പറയുന്നത് 1000ലാണ്. സോ ഡേയ്സ് ലോസ്റ്റ് ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ ടോട്ടൽ മാൻ അവേഴ്സ് വർക്ക്ഡ്. ഈ 2 ഫോമുലയും മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഈ ഒരു ഫോമുല, ഫ്രീക്വൻസി റേറ്റിൻ്റെ ഫോമുലയും സിവിയറിറ്റി റേറ്റിൻ്റെ ഈ ഒരു ഫോമുലയും. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത്. അതേപോലെ ഒരു ഫോമുല തന്നെയാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഒരു ടേമാണ് പെർഫോമൻസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഫ്രീക്വൻസി സിവിയറിറ്റി ഇൻഡെക്സ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രീക്വൻസി റേറ്റ് നോക്കിയില്ലേ. സോ റൂട്ടിനകത്ത് ഫ്രീക്വൻസി റേറ്റ് ഇൻറ്റു സിവിയറിറ്റി റേറ്റ് ഡിവൈഡ് ബൈ 1000. അതിന് ആ ഒരു ഫോമുലയാണ് പെർഫോമൻസ് ഇൻഡെക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച 2 ടേംസ്, ഫ്രീക്വൻസി റേറ്റും സിവിയറിറ്റി റേറ്റും, അതേ ഡിവൈഡ് ബൈ 1000 then അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഓക്കെ, ഇവിടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്, നോൺ ആസ് വിച്ച് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് പ്രോഡക്റ്റ് ഓഫ്, ഇതിവിടെ കിടപ്പുണ്ട്, വിച്ച് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് സിവിയറിറ്റി റേറ്റ്സ് ഡിവൈഡ് ബൈ 1000. then അതിനെന്തെന്നും പറയാറുണ്ട്, ഫ്രീക്വൻസി സിവിയറിറ്റി ഇൻഡെക്സ് എന്നും പറയാറുണ്ട്. then അടുത്ത എന്താണ്, ഇൻസിഡൻസ് റേറ്റ്. It is defined as the number of occupational injuries or illness of lost work days per full 100 full time employees. അപ്പോൾ അതും 1000ലാണ് പറയുന്നത്. then അതിൻ്റെ ഡെഫിനേഷൻ മാത്രം പഠിക്കുക. നമ്പർ ഓഫ് ഇഞ്ചുറീസ് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. എത്ര ഇഞ്ചുറീസ് ഉണ്ടായി ഇൻറ്റു 1000 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. ഇതാണെന്ത്, ഇൻസിഡൻറ്റ് റേറ്റ്. ഓക്കെ, അടുത്തത് ആക്സിഡൻറ്റ് പ്രോൺനെസ്. നിങ്ങൾ റോഡ് സൈഡിലൂടെയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കാണാൻ പറ്റും, ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ എന്ന് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ എന്ന് പറയുന്നത്, എന്താണ് എൻ്റെ മീനിങ്? ഓക്കെ, ഇത്രയേ ഉള്ളൂ. അവിടെ സ്ഥിരമായിട്ട് എന്തോ നടക്കുന്നുണ്ട്, ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ അതേപോലെ ആക്സിഡൻറ്റ് പ്രോൺനെസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ക്യാരയാണ്. അതായത് ഒരു വ്യക്തിക്ക് സ്ഥിരമായിട്ട് ആക്സിഡൻ്റ് ഉണ്ടെങ്കിൽ നമ്മളെന്ത് പറയും,
ആ പുള്ളി ആക്സിഡൻറ്റ് പ്രോൺ ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് പുള്ളിയുടെ നേച്ചർ കാരണമാവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ മാത്രമാണ് നമ്മൾ പറയുന്നത്. ആക്സിഡൻറ്റ് പ്രോൺനെസ് മേ ബി ഡിഫൈൻഡ് ആസ് എന്താണ് കണ്ടിന്യൂയിങ് ടെൻഡൻസി ഓഫ് എ പേഴ്സൺ ടു ഹാവ് മോർ ആക്സിഡൻറ്റ്സ് ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് പെർസിസ്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ നേച്ചർ അല്ലെങ്കിൽ പുള്ളിയുടെ ക്യാരാസ് കൊണ്ട് പുള്ളിക്ക് സ്ഥിരമായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ടെൻഡൻസിനെയാണ് പറയുന്നത് എന്ത്, ആക്സിഡൻറ്റ് പ്രോൺനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അൺസേഫ് ആക്സും അൺസേഫ് കണ്ടീഷനും, നമ്മുടെ കയ്യിലിരിപ്പും ദെൻ നമ്മുടെ ചുറ്റുപാടും. ഓക്കെ, അപ്പം ഇത് നമ്മൾ പിന്നീടും പഠിക്കുന്നുണ്ട്, അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് അൺസേഫ് ആക്ട്, അൺസേഫ് കണ്ടീഷൻ. അൺസേഫ് ആക്റ്റും അൺസേഫ് കണ്ടീഷനുമാണ് ആക്സിഡൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബിഗ്ഗസ്റ്റ് റീസൺ ആയിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തതായി അൺസേഫ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇംപ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ. എന്തൊക്കെയാണ്? ഒരു സ്ഥലത്ത് നമ്മുടെ വർക്ക് പ്ലേസിനകത്ത് പ്രോപ്പർ വെന്റിലേഷനും ലൈറ്റിങ്ങും ഒന്നും ഇല്ലെങ്കിൽ അതെന്താണ്, അൺസേഫ് കണ്ടീഷനാണ്. ദെൻ അതായത് ചുറ്റുപാടിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ പറയുന്നത്, അൺസേഫ് കണ്ടീഷനിൽ പറയുന്നത്. ദെൻ ഇൻആഡിക്വേറ്റ് മെഷീൻ ഗാർഡിങ്. മെഷീൻ്റെ ഗാർഡിങ് കറക്റ്റ് അല്ല, അതായത് കറങ്ങുന്നൊരു മെഷീനാണ്, അതിന് പ്രോപ്പർ ഗ്രില്ലിങ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണത്, മെഷീൻ ഗാർഡിങ് ഇല്ല എന്ന് പറയും. അതൊരു റീസണാണ്. ദെൻ അതേപോലെ എക്യുപ്മെൻറ്റ് വിച്ച് പുവർലി ഡിസൈൻഡ് ഓർ വോൺ ഔട്ട്. ചീത്തയായിരിക്കുന്ന എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ പുവറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള എക്യുപ്മെൻറ്റ്, അതൊരു റീസണാണ്. ദെൻ ഇനാഡിക്വേറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് സച്ച് ആസ് ഗൂഗിൾസ് ഓർ ഹെൽമെറ്റ്. ഗൂഗിൾസും ഹെൽമെറ്റൊന്നും ഇല്ലാത്തതും എന്താണ്, ഗൂഗിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സേഫ്റ്റി ഗ്ലാസ് ഇല്ലേ, ഒരു ഷീൽഡുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, അതിനെയാണ് ഗൂഗിൾസ് എന്ന് പറയുന്നത്. ദെൻ ഹെൽമെറ്റ് അറിയാമല്ലോ. ദെൻ അപ്പോൾ ഇത് രണ്ടും എന്താണ്, അൺസേഫ് കണ്ടീഷനാണ്. ദെൻ പുവർ ഹൗസ് കീപ്പിംഗ്, അതായത് വൃത്തിയില്ലാത്ത സാഹചര്യം. അതായത് നമ്മൾ ഗ്രീസൊക്കെ തറയിൽ വീണ് കിടന്ന അതെന്താണ്, അതിൽ ചവിട്ടി ആക്സിഡൻസ് ഉണ്ടാവും. അപ്പോൾ അത് വൃത്തിയാക്കിയില്ലെങ്കിൽ അതിനെ എന്ത് പറയും, പുവർ ഹൗസ് കീപ്പിംഗ് എന്ന് പറയും. ഓക്കെ, ദെൻ ഹൈ ടെമ്പറേച്ചർ, ഹൈ ഹ്യൂമിഡിറ്റി, ദെൻ എക്സസീവ് നോയ്സ്, റേഡിയേഷൻ എക്സ്പോസർ, ദെൻ അതേപോലെ ഇനാഡിക്വേറ്റ് വാർണിംഗ് സിസ്റ്റം. വാർണിംഗ് സിസ്റ്റം ഒന്നും ഇല്ലെങ്കിലും അതെന്ത് തന്നെയാണ്, അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇതെല്ലാം കാരണം എന്തുണ്ടാവും, ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി അൺസേഫ് ആക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ റീസൺ എന്താണ്, അൺസേഫ് ആക്സിൻ്റെ ആദ്യത്തെ പോയിന്റ് എന്താണ്, ഫോളിങ് ടു വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്. നേരത്തെ പറഞ്ഞ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ഒന്നും വെയർ ചെയ്യാതിരുന്നാൽ. അതുപോലെ ഓപ്പറേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഇൻ എക്സസ് സ്പീഡ് കൂട്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. ദെൻ അതേപോലെ എൻഗേജിങ് ഇൻ യൂസ്ലെസ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ഗാംബ്ലിങ്. അതായത് എന്താണ്, വേറെ പല സൈഡ് ബിസിനസ്സിനും പോകുവാണെങ്കിൽ അതെന്താണ്, ഒരു അൺസേഫ് ആക്റ്റാണ്. ദെൻ സിവിയറിറ്റി ഓഫ് വർക്കിൻ്റെ കാഠിന്യത, അതായത് സിവിയർ വർക്ക് ഒരുപാട് ഓവർലോഡ് ആവുകയാണെങ്കിൽ. ദെൻ ലോങ് അവേഴ്സ് ഓഫ് വർക്ക്, ദെൻ യൂസിങ് ഡ്രഗ്സ്, ദെൻ അതേപോലെ ഇംപ്രോപ്പർ ലോഡിങ് ഓർ പ്ലേസ്മെൻറ്റ് ഓഫ് എക്യുപ്മെൻറ്റ്. ലോഡിങ് കറക്റ്റ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് വെക്കുന്നത് കറക്റ്റ് അല്ലെങ്കിൽ ത്രോയിങ് മെറ്റീരിയൽസ് ഓൺ ദ ഫ്ലോർ. ദെൻ അതെല്ലാം എന്ത് തന്നെയാണ്, അൺസേഫ് ആക്ട് തന്നെയാണ്. സോ ഇത്രയാണ് എന്ത്, അൺസേഫ് ആക്ടിനകത്ത് വരുന്നത്. അടുത്തതായിട്ട് വേരിയസ് ആക്സിഡൻറ്റ് ഫാക്ടേഴ്സ് ആണുള്ളത്. വേരിയസ് ആക്സിഡൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് മെക്കാനിക്കൽ ഫാക്ടേഴ്സ്, ദെൻ രണ്ടാമത്തത് എൻവയറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ദെൻ മൂന്നാമത്തത് പേഴ്സണൽ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് അൺസേഫ് കണ്ടീഷൻ നമ്മൾ നോക്കി നേരത്തെ. ദെൻ അതേപോലെ അൺസേഫ് ആക്റ്റും നോക്കി. അൺസേഫ് ആക്ട് പേഴ്സണൽ ഫാക്ടേഴ്സ് കാരണം, അൺസേഫ് കണ്ടീഷൻ എൻവയറോൺമെൻറ്റൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫാക്ടേഴ്സ് കാരണം ഉണ്ടാവാം. ഓക്കെ, ദെൻ അൺസേഫ് കണ്ടീഷൻ റിഫ്ലെക്സ് ഡെഫിഷ്യൻസീസ് ഇൻ എന്താണ്, പ്ലാന്റ് എക്യുപ്മെൻറ്റ്, ടൂൾസ്, മെറ്റീരിയൽസ്, ഹാൻഡ്ലിംഗ് സിസ്റ്റംസ്, ജനറൽ വർക്ക് എൻവയറോൺമെൻറ്റ്. അപ്പോൾ വർക്ക് എൻവയറോൺമെൻറ്റിനെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ത്, അൺസേഫ് കണ്ടീഷൻ. ദെൻ അതേപോലെ പ്ലാന്റിലുള്ള കുറവുകൾ, ദെൻ എക്യുപ്മെൻറ്റ്സ്, ടൂൾസ്, മെറ്റീരിയൽസ്, അതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ, ദെൻ ഹാൻഡ്ലിംഗ് സിസ്റ്റം, അതിനുള്ള എല്ലാം പ്രശ്നങ്ങൾ കാരണമാണ് അൺസേഫ് കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. ദെൻ അതേപോലെ അൺസേഫ് ആക്ട് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ റീസൺസ് ആയിരിക്കും. മേ ബി ബൈ ദ പേഴ്സൺസ് കൺസേൺഡ് ആർ ഡ്യൂ ടു ഹിസ് ഹൈ ഇഗ്നോറൻസ് ഓർ ഫോർഗെറ്റ്ഫുൾനെസ്. അതായത് മറവി, ദെൻ എന്താണ്,
ഇഗ്നോറൻസ് ഒഴിവാക്കുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ, അതായത് വേണ്ടാന്ന് വിചാരിക്കുന്ന ഒരു പ്രവണത. ദെൻ അതേപോലെ കെയർലെസ്നെസ്, ശ്രദ്ധയില്ലായ്മ. ദെൻ ഡേ ഡ്രീമിങ്, അതായത് എന്താണ് പകൽക്കിനാവ് കാണുക, അല്ലെങ്കിൽ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പൊക്കെ ഇല്ലേ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ വേറെ ഏതെങ്കിലും ഒരു ലോകത്തായിരിക്കുന്നതെന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, അതൊക്കെയാണ് എന്ത് അൺസേഫ് ആക്ടിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെക്കാനിക്കൽ ഫാക്ടേഴ്സിൽ നോക്കാം. മെക്കാനിക്കൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഇംപ്രോപ്പർ മെഷീൻ ഗാർഡിങ് നേരത്തെ നോക്കിയതാണ്. അതേപോലെ അൺസേഫ് മെക്കാനിക്കൽ ഡിസൈൻ ഓർ കൺസ്ട്രക്ഷൻ നോക്കി. ഡിഫക്റ്റീവ് ഡിവൈസസ് നോക്കി. ദെൻ മെറ്റീരിയൽ ഹാൻഡ്ലിങ് ഇംപ്രോപ്പർ ആണെങ്കിൽ. ദെൻ ഹസാർഡസ് അറേഞ്ച്മെൻറ്റ്, ദെൻ പൈലിങ്, ഓവർലോഡിങ്, അതെല്ലാം ഹസാർഡസ് അറേഞ്ച്മെൻറ്റിൽ വരും. ദെൻ അൺസേഫ് പ്രേൽ, ദെൻ അൺസേഫ് ഏപ്രിൽ, ദെൻ ബ്രോക്കൺ സേഫ്റ്റി ഗാർഡ്സ്, ദെൻ ലീക്കിംഗ് ആസിഡ് വാൾവ്സ്. ദെൻ അതേപോലെ തന്നെ അൺടെസ്റ്റഡ് ബോയിലേഴ്സ് ഓർ പ്രഷർ വാൽവ്സ്. ദെൻ പ്രൊട്രൂഡിങ് നെയിൽസ്, അതായത് തള്ളി നിൽക്കുന്ന ഉന്തി നിൽക്കുന്ന നെയിൽസ്, അതെല്ലാം എന്താണ് മെക്കാനിക്കൽ ഫാക്ടേഴ്സാണ്. ദെൻ ഇതിനകത്ത് ഡൗട്ട് വരുന്നത് വേറെ കുറച്ച് ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ദെൻ അപ്പാരൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഡ്രസ്സിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ലൂസ് ഡ്രസ്സ് ഒക്കെ ഇട്ടുകൊണ്ട് വന്ന് നിൽക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളാണ് മെക്കാനിക്കൽ ഫാക്ടേഴ്സിൽ ഈ അൺസേഫ് അപ്പാരൽ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ടൈറ്റ് ഡ്രസ്സായിരിക്കണം എപ്പോഴും ധരിക്കേണ്ടത്. ദെൻ പ്രൊട്രൂഡിങ് നെയിൽസിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു. ദെൻ ബാക്കിയെല്ലാം ഓക്കെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് എൻവയറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. എൻവയറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഇൻഡിക്കേറ്റ് ഇംപ്രോപ്പർ ഫിസിക്കൽ ആൻഡ് എന്താണ് അറ്റ്മോസ്ഫിയറിക് സറൗണ്ടിങ് കണ്ടീഷൻസ് ഓഫ് വർക്ക് വിച്ച് ഇൻഡയറക്ട്ലി പ്രൊമോട്ട് ദ ഒക്കറൻസ് ഓഫ് ആക്സിഡൻറ്റ്. അതായത് എന്താണ് പ്രോപ്പർ അല്ലാത്ത, അതായത് ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് അറ്റ്മോസ്ഫിയറിക്കൽ സറൗണ്ടിങ് കണ്ടീഷൻസ് ഓഫ് വർക്ക്, ജോലി ചെയ്യുന്നിടത്തുള്ള ഫിസിക്കലും അറ്റ്മോസ്ഫിയറിക് സറൗണ്ടിങ് കണ്ടീഷൻസും ഇംപ്രോപ്പർ ആണെങ്കിൽ ദെൻ അത് എന്തിനെ പ്രൊമോട്ട് ചെയ്യും? വിച്ച് ഇൻഡയറക്ട്ലി പ്രൊമോട്ട് ദ ഒക്കറൻസ് ഓഫ് ആക്സിഡൻറ്റ്. ആക്സിഡൻസിന് എന്ത് ചെയ്യും? ഇൻഡയറക്ട്ലി പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് നോക്കാം. ടു ലോ എ ടെമ്പറേച്ചർ ടു കോസ് ഷിവറിങ്. ടെമ്പറേച്ചർ ഒത്തിരി ലോ ആണെങ്കിൽ, തണുപ്പാണെങ്കിൽ എന്തുണ്ടാക്കും? ഷിവറിങ് ഉണ്ടാക്കും. ദെൻ ടു ഹൈ ടെമ്പറേച്ചർ എന്തിന് റീസൺ ആക്കും? ഹെഡ് ഏക്ക് അല്ലെങ്കിൽ സ്വെറ്റിങ് എല്ലാം റീസൺ ആക്കും. ദെൻ ടു ഹൈ ഹ്യൂമിഡിറ്റി കോസ് അൺകംഫോർട്ട്, ഫെറ്റീഗ്, ഡ്രൗസിനെസ്, അതെല്ലാം ഉണ്ടാക്കും. ദെൻ അതേപോലെ ഇറ്റ് മേ ഓൾസോ കോസ് എസ്തെറ്റിക് കംപ്ലൈൻറ്റ്സ്, ആസ്തമാറ്റിക് കംപ്ലൈൻറ്റ്സ്, അതായത് എന്താണ് ശ്വാസം മുട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. ആസ്മാറ്റിക് കണ്ടീഷൻ കംപ്ലൈൻറ്റ്സ് ഉണ്ടാക്കും. ദെൻ ക്ഷീണം, അതെല്ലാം. ഓക്കെ, അപ്പോൾ ഹ്യൂമിഡിറ്റി അൺകംഫോർട്ടബിൾ ആണ്. അതേപോലെ ഹൈ ടെമ്പറേച്ചർ, എക്സ്ട്രീം ഹൈ ടെമ്പറേച്ചറും എക്സ്ട്രീം ലോ ടെമ്പറേച്ചറും എന്താണ് ആക്സിഡൻസിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അത് എന്തിൻ്റെ റീസൺസിൽ വന്നു? എൻവയറോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ വന്നിട്ടുണ്ട്. ദെൻ തീർന്നിട്ടില്ല. ഡിഫക്റ്റീവ് ആൻഡ് ഇന്നാഡിക്വേറ്റ് ഇലുമിനേഷൻ കോസ് ഐ സ്ട്രെയിൻ, ഗ്ലെയർ, ഷാഡോസ്. അതായത് എന്താണ് ഡിഫക്റ്റീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ പ്രോപ്പർ അല്ലാത്തതും കറക്റ്റ് അല്ലാത്തതുമായിട്ടുള്ള ഇലുമിനേഷൻ, അതായത് ലൈറ്റിങ്സ് എന്തുണ്ടാക്കും? കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഗ്ലെയർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഷാഡോസ് ഉണ്ടാക്കും. ഓക്കെ, ദെൻ പ്രസൻസ് ഓഫ് ഡസ്റ്റ്, ഫ്യൂംസ് ആൻഡ് സ്മോക്സ് ആൻഡ് ലാക്ക് ഓഫ് പ്രോപ്പർ വെന്റിലേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ എന്തുണ്ടാവും? ആക്സിഡൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ നോയ്സ്, ബാഡ് ഓർഡർ, സ്മെല്ലാണ് ഓർഡർ എന്ന് പറഞ്ഞാൽ. ദെൻ ഫ്ലാഷ് കമ്മിങ് ഫ്രം നിയർ ബൈ മെഷീനറി, അടുത്തുള്ള മെഷീനറിയിൽ നിന്ന് തീപ്പൊരിയൊക്കെ ഉണ്ടാകുന്നത്. ദെൻ അതെല്ലാം എന്തുണ്ടാക്കും? ഈ ഒരു ആക്സിഡൻസിൻ്റെ തീവ്രത അല്ലെങ്കിൽ ആക്സിഡൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂട്ടും. ദെൻ ഹൈ സ്പീഡ് ഓഫ് വർക്ക് ബിക്കോസ് ഓഫ് ഹ്യൂജ് വർക്ക് ലോഡ് ഓർ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ശമ്പള വർധനവ്. ദെൻ അല്ലെങ്കിൽ വർക്ക് ലോഡ് കാരണം ഉണ്ടാവുന്ന ഹൈ സ്പീഡ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? അപകടമാണ്. ലെങ്തി വർക്കിംഗ് അവേഴ്സ് ആൻഡ് ഓവർ ടൈം വർക്ക് ടു ഏൺ മോർ, അതായത് ഒരുപാട് നീണ്ട വർക്കിംഗ് അവേഴ്സ്. അതേപോലെ തന്നെ ഓവർ ടൈം എന്തിനു വേണ്ടിയിട്ട്? കൂടുതൽ സാലറി ഏൺ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം എന്തുണ്ടാക്കും? ആക്സിഡൻസ് ഉണ്ടാക്കും.
ഓക്കെ, അതേപോലെ ഇനാഡിക്വേറ്റ് റെസ്റ്റ് അല്ലെങ്കിൽ ബ്രേക്ക്, അതെല്ലാം എന്താണ്, എൻവയറോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. അതേപോലെ തന്നെ പൂർ ഹൗസ് കീപ്പിംഗ്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, വൃത്തിയില്ലാത്ത അന്തരീക്ഷം. ഓക്കെ, അടുത്തത് പേഴ്സണൽ ഫാക്ടേഴ്സാണ്. അതെന്തൊക്കെയാണ്? ഏജ്, ഹെൽത്ത് ഓഫ് എംപ്ലോയി, ഹോം എൻവയറോൺമെൻറ്റൽ, അതായത് വീട്ടിലെ ചുറ്റുപാട്, ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് എന്താണ്, സാമ്പത്തികമായിട്ടുള്ള പൊസിഷൻ, നമ്പർ ഓഫ് ഡിഫൻഡൻസ്, ലാക്ക് ഓഫ് നോളജ് ആൻഡ് സ്കിൽസ്, improper attitude towards work, കെയർലെസ്നെസ് ആൻഡ് റെസ്റ്റ്ലെസ്നെസ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഏതെങ്കിലും ഒരു കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അതായത് എക്സാമിന് ഏതെങ്കിലും ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. പേഴ്സണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതേപോലെ എൻവയറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ മെക്കാനിക്കൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും, ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ എത്ര മാർക്കിനാണെന്നനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. ഡേ ഡ്രീമിങ്, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫെറ്റീഗ്, ക്ഷീണം, അത് പറഞ്ഞതാണ്. ജലസിനെസ്, റിവെഞ്ച് ഫുൾനെസ്, മെൻ്റൽ വറീസ്, ഇതെല്ലാം എന്താണ്, പേഴ്സണൽ ഫാക്ടേഴ്സാണ്. ഓക്കെ, എളുപ്പമുള്ള ഏതെങ്കിലും ഒരു കുറച്ച് പോയിൻറ്റ്സ് പഠിച്ച് വയ്ക്കുക. റെക്ലെസ്നെസ് ഒക്കെ എഴുതി വയ്ക്കാൻ പാടായിരിക്കും. മീൻസ് അശ്രദ്ധ അല്ലെങ്കിൽ എന്താണ്, ശ്രദ്ധയില്ലായ്മ എന്നൊക്കെ തന്നെയാണ് അതിൻ്റെ മീനിങ്. ആ ശ്രദ്ധയില്ലായ്മ മൂലം ഉണ്ടാകുന്ന ഡേഞ്ചർ എന്നൊക്കെയുള്ള മീനിങ് ഉണ്ട്. അതേപോലെ ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണമാണ്. പിന്നെന്തുകൊണ്ട് അതിനകത്ത് പാടുള്ള വർക്കിംഗ് എന്നെല്ലാം പറഞ്ഞാൽ റിവെഞ്ച്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതികാര മനോഭാവം. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഡിഫെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എതിരാളികൾ, നമ്പർ ഓഫ് ഡിഫെൻഡൻറ്റ് മീൻസ് എന്താണ്, എതിരാളികളുടെ എണ്ണം, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം. ഓക്കെ, ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി, ഇതെല്ലാം ഓക്കെയാണ്. ഹൈ ആങ്സൈറ്റി, ഓക്കെ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ടൈപ്സ് ഓഫ് ആക്സിഡൻസ് ആണ് അടുത്തത്. ഇത് 2 മാർക്കിനും മറ്റും ചോദിക്കുന്നതാണ്. നിയർ ആക്സിഡൻറ്റ്, അതായത് എന്താണ്, ആക്സിഡൻറ്റ് വിത്ത് നോ ഡാമേജ് ഓർ ഇഞ്ചുറി, ഇഞ്ചുറിയോ ഡാമേജോ ഇല്ലാത്ത ഒരു ആക്സിഡൻറ്റിനെയാണ് പറയുന്നത് നിയർ ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രിവിയൽ, വളരെ ലോ ആയിട്ടുള്ള വാല്യൂ ഉള്ളത്, അതായത് വളരെ കുഞ്ഞായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ്. മൈനർ ആക്സിഡൻറ്റ് കുറച്ചുകൂടെ സീരിയസ് ആണ്. അടുത്ത സീരിയസ് ആക്സിഡൻറ്റ്, ഫാറ്റൽ, അത് എന്താണ്, ഒത്തിരി ഡേഞ്ചർ ഉള്ളതാണ്. ഇനിയുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ ടെക്നിക്ക് ഇൻ ഇൻഡസ്ട്രിയാണ്. ഇൻഡസ്ട്രിയിൽ എങ്ങനെയൊക്കെയാണ് ആക്സിഡൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും മെത്തേഡ്സാണ് അതിനകത്തുള്ളത്. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ജോബ് സേഫ്റ്റി അനാലിസിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ജോബ് സേഫ്റ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനീസിലും അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രീസിലും ഒരു സേഫ്റ്റി എഞ്ചിനീയർ കാണും. അതായത് പുള്ളി എന്തുമായിട്ട് ഡീൽ ചെയ്യുമായിരിക്കും, ആ കമ്പനിയിലെ വർക്കേഴ്സിൻ്റെ സേഫ്റ്റി ആയിട്ടാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. സേഫ്റ്റി എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, നല്ല സാലറി ഉള്ള ഒരു ജോബാണ്. അപ്പം അത്രയും വർക്കും അല്ലെങ്കിൽ അത്രയും ജോബും പുള്ളിക്കുണ്ടാവും. ഓക്കെ, ഈ സേഫ്റ്റി ഓഫീസറുടെ വർക്ക് എന്താണ്, അല്ലെങ്കിൽ സേഫ്റ്റി എഞ്ചിനീയറിൻ്റെ വർക്ക് എന്താണ്, അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആക്സിഡൻസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതായത് അവിടുത്തെ ജോബ് അല്ലെങ്കിൽ വർക്കിനെ ബേസ് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആക്സിഡൻസിനെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്, ഈ സേഫ്റ്റി എഞ്ചിനീയർക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന ആ ഒരു വർക്കിനെയാണ് എന്ത് പറയുന്നത്, ജോബ് സേഫ്റ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതെങ്ങനെയായിരിക്കും ഈ അനാലിസിസ് ചെയ്യുന്നത്? അതായത് അവിടെ നടക്കുന്ന ജോബിനെ എല്ലാം എന്ത് ചെയ്യും, സിമ്പിളായിട്ടുള്ള എലമെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് എല്ലാവരുടെയും സ്റ്റഡി എന്ത് ചെയ്യും, മോഷൻ എന്ത് ചെയ്യും, സ്റ്റഡി ചെയ്യും. അതായത് എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ആക്ഷൻ അല്ലെങ്കിൽ അവരുടെ അവർ ചെയ്യുന്ന രീതി എന്ത് ചെയ്യും, സ്റ്റഡി ചെയ്യും. ഓക്കെ, അങ്ങനെ സ്റ്റഡി ചെയ്തിട്ട് എന്തെങ്കിലും പോസിബിൾ ഹസാർഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് അല്ലെങ്കിൽ അവർ അൺസേഫ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എന്താണ്, ഹെൽമെറ്റ് വെച്ചിട്ടില്ല,
അല്ലെങ്കിൽ അവർ കെയർലെസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു സേഫ്റ്റി എഞ്ചിനീയർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ തിരുത്താൻ പറ്റും. ഓക്കെ, സേഫ്റ്റി ബെൽറ്റ്, ദെൻ അതേപോലെ തന്നെ ഹെൽമെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാം? നിർബന്ധിക്കാം, അല്ലെങ്കിൽ ഫൈൻ അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്തിൻ്റെ ഉപയോഗമാണ്? ഒരു സേഫ്റ്റി എഞ്ചിനീയറിൻ്റെ ഉപയോഗമാണ്. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ പാർട്ടാണ്? ജോബ് സേഫ്റ്റി അനാലിസിസിൻ്റെ ഒരു പാർട്ടാണ്. ഇത് മാത്രമല്ല, അവിടുത്തെ ടൂൾസ്, മെഷീൻസ് അതെല്ലാം കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, തന്നെ അതിനകത്തുള്ള ടൂൾസും കാര്യങ്ങളും എല്ലാം കറക്റ്റാണോ എന്നൊക്കെ ആര് ചെക്ക് ചെയ്യും? ഈ ഒരു ജോബ് സേഫ്റ്റി അനാലിസിസിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? അവർ എന്ത് ചെയ്യും? സെർച്ച് ചെയ്യും. ഇത് മാത്രമല്ല, തീർന്നിട്ടില്ല. ഇനി എന്ത് ചെയ്യും? എല്ലാ ജോബിനും, അതായത് ഓരോ വർക്കിനും കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയി ആണോ വർക്ക് ചെയ്യുന്നത്, ദെൻ അവരുടെ ഫീച്ചേഴ്സ് എല്ലാം കറക്റ്റ് ആണോ എന്നെല്ലാം എന്ത് ചെയ്യും? അവർ ചെക്ക് ചെയ്യും. ഈ ഒരു നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത്, അതായത് പുതിയ ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതെന്ത് ചെയ്യും? ഈ ഒരു കാര്യം അവർ സ്ട്രെസ് ചെയ്ത് പറയും. അതായത് സേഫ്റ്റി കാര്യങ്ങളെല്ലാം അവർ സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കുകയും ട്രെയിൻ ചെയ്യുകയും എന്ത് ചെയ്യും. ഓക്കെ, അപ്പോൾ അവർ ട്രെയിൻ ചെയ്യുന്ന സമയത്തെ ഇത് ഇൻസിസ്റ്റ് ചെയ്യുമ്പം, ഈ ഒരു കാര്യങ്ങൾ സേഫ്റ്റി പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പം എന്ത് പറ്റും? വർക്കേഴ്സിന് സേഫ്റ്റി എത്രത്തോളം കൺസേൺ ഉണ്ടാവും, അവരെത്രത്തോളം എന്ത് ചെയ്യും? ശ്രദ്ധിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ പാർട്ടാണ്? ജോബ് സേഫ്റ്റി അനാലിസിസിൻ്റെ പാർട്ടാണ്. ഓക്കെ, അടുത്തത് പ്ലാൻ സേഫ്റ്റി ഇൻസ്പെക്ഷൻ. പേരിൽ തന്നെ ഉണ്ട് സേഫ്റ്റി ഇൻസ്പെക്ഷൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? അതിനെ ഇൻസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നടക്കുന്ന ആൾക്കാരെയും, അതായത് വർക്കേഴ്സിനെയും, അവിടെ നടക്കുന്ന ഓപ്പറേഷനെ എല്ലാം എന്ത് ചെയ്യണം? ഇൻസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇൻസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കാണണം? സേഫ്റ്റി എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ സേഫ്റ്റി പേഴ്സണൽസ് ഉണ്ടാവണം. ഓക്കെ, ഫോർ മാക്സിമം എഫക്റ്റീവ്നെസ് മോർ ഫോർമൽ ഇൻസ്പെക്ഷൻ ഷുഡ് ബി മെയ്ഡ് അറ്റ് ഇറഗുലർലി ഷെഡ്യൂൾഡ് ഇൻ്റർവെൽ ബൈ സേഫ്റ്റി എഞ്ചിനീയേഴ്സ് ഓർ സേഫ്റ്റി കമ്മിറ്റി. അപ്പോൾ എന്തായിരിക്കണം? ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം എഫക്റ്റീവായിട്ട് നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്തായിരിക്കണം? മോർ ഫോർമൽ ഇൻസ്പെക്ഷൻ. അതായത് എന്തായിരിക്കണം? ഇൻസ്പെക്ഷൻസ് എല്ലാം ഫോർമൽ ആയിരിക്കണം, അതായത് എല്ലാം റെക്കോർഡിക്കലായിരിക്കണം. പിന്നെന്താണ്? നടത്തുന്നത് എങ്ങനെയായിരിക്കണം? ഇറഗുലർലി ആയിരിക്കണം. അതായത് ടൈമൊന്നും നോക്കാതെ എന്തായിരിക്കണം? പീരിയോഡിക്കായിട്ട് എന്ത് നടത്തണം? ഷെഡ്യൂൾഡ് ഇൻ്റർവെല്ലിൽ, ഈ ഓരോ ഇൻ്റർവെല്ലിലും എന്ത് നടത്തണം? ഇൻസ്പെക്ഷൻസ് നടത്തണം. ഓക്കെ, അപ്പോൾ നേരത്തെ കൊണ്ടാണ് നടത്തുന്നതെങ്കിൽ മിക്ക വർക്കേഴ്സും എന്ത് ചെയ്യാൻ നോക്കും? സേഫ്റ്റി കാര്യങ്ങളെല്ലാം നോക്കും. പക്ഷേ നമ്മൾ അറിയിക്കാതെ പെട്ടെന്നായിട്ടാണ് സ്ക്വാഡ് വരുന്ന കണക്കാണ് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുന്നതെങ്കിൽ എന്തായിരിക്കണം? അവിടെയുള്ള വർക്കേഴ്സും അതിനനുസരിച്ചിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണമെന്നില്ല, അല്ലേ? അപ്പം നമുക്ക് ആരൊക്കെയാണ് സേഫ്റ്റി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് ധരിക്കാത്തത്, അല്ലെങ്കിൽ സേഫ്റ്റി കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻസ്പെക്ഷൻ്റെ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു നല്ല ഇൻസ്പെക്ടറിന്, ഒരു ഗുഡ് സേഫ്റ്റി ഇൻസ്പെക്ടറിന് എന്തൊക്കെ പറ്റും? കോപ്പറേഷൻ ഫ്രം എംപ്ലോയീസ് ആൻഡ് സൂപ്പർവൈസേഴ്സ്. ഒരേ സമയം നമ്മുടെ സൂപ്പർവൈസേഴ്സിൻ്റെയും വർക്കേഴ്സിൻ്റെയും കോർഡിനേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, അവരുടെ കോർഡിനേഷൻ ഇല്ലാതെ ഈ ഒരു സേഫ്റ്റി ചെക്കിങ് അല്ലെങ്കിൽ സേഫ്റ്റി ഇൻസ്പെക്ഷൻസ് എല്ലാം വെറുതെ ആയിപ്പോവും. ഓക്കെ, ദെൻ ഇൻ അഡീഷൻ ടു ഇംപ്രൂവിങ് എ പ്ലാന്റ് സേഫ്റ്റി റെക്കോർഡ്സ്, പീരിയോഡിക് ഇൻസ്പെക്ഷൻ ക്യാൻ കോൺട്രിബ്യൂട്ട് to effective preventive maintenance and improvement of product quality and production efficiency. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻഫോർമലായിട്ട് അല്ലെങ്കിൽ ഫോർമലായിട്ട് നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യുന്ന വഴി അവിടുത്തെ മെഷീൻസും കാര്യങ്ങളും എല്ലാം എന്തായിരിക്കും? നല്ല കണ്ടീഷനിലായിരിക്കും. അതായത് ഇപ്പം നമ്മളൊരു മെഷീനെ ഇൻസ്പെക്റ്റ് ചെയ്യണമെന്ന് വെച്ചോ, അപ്പം റെഗുലർലി ഇൻസ്പെക്റ്റ് ചെയ്യണമെന്ന് വെച്ചോ, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ? അതായത് അത് ചീത്തയാവുന്നതിന് മുമ്പ്, അത് ഡാമേജ് ആവുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ?
അപ്പോൾ പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് ആണ് അവിടെ നടക്കുന്നത്. അതായത് മെയിൻ്റെനൻസിന് തടഞ്ഞുകൊണ്ടാണ് അവിടെ നടക്കുന്നത്. അതായത് ചീത്തയായിട്ട് അല്ലെങ്കിൽ കേടായിട്ട് നന്നാക്കുന്നതിനേക്കാളും മുന്നെയാണ് നമ്മൾ അവിടുത്തെ കേടുപാട് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. അതായത് അത് പൂർണ്ണമായിട്ടും ഡാമേജ് ആവുന്നതിന് മുമ്പാണ് നമ്മളിങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ നടത്തുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ഡാമേജസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇൻസ്പെക്ഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന ഡേറ്റിൽ അല്ലെങ്കിൽ അത് ഈ ഭാവിയിൽ ഇനി വർക്ക് ചെയ്യുവാണെങ്കിൽ അതിന് ഇന്ന പോരായ്മകൾ ഉണ്ടാവാമെന്ന് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കി കിട്ടും. ഓക്കെ, അപ്പോൾ അത് എന്തിൻ്റെ ഒരു ഉപയോഗമാണ്, നമ്മുടെ സേഫ്റ്റി ഇൻസ്പെക്ഷൻ്റെ ഉപയോഗമാണ്. അപ്പോൾ പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് ഒരു പോസിബിലിറ്റിയാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ പ്രൊഡക്ഷൻ എഫിഷ്യൻസി എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. ഓക്കെ, എ ഫുൾ റിപ്പോർട്ട് ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ പ്ലാന്റ് മാനേജർ ആൻഡ് ഓപ്പറേറ്റിംഗ് പേഴ്സണൽ അറ്റ് എൻഡ് ഓഫ് ഈച്ച് ഫോർമൽ ഇൻസ്പെക്ഷൻ. അപ്പോൾ ഈ ഫോർമൽ ഇൻസ്പെക്ഷൻ്റെ റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം, പ്ലാൻ മാനേജർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പേഴ്സണലിൽ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇൻ ഓർഡർ ദാറ്റ് റെക്കമെൻഡഡ് കറക്റ്റീവ് ആക്ഷൻസ് ക്യാൻ ബി ടേക്കൺ. അപ്പോൾ ഇത് കറക്റ്റീവ് ആക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലാന്റ് മാനേജർക്ക് എന്ത് ചെയ്യുന്നത്, ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉപയോഗം, പ്ലാൻ സേഫ്റ്റി ഇൻസ്പെക്ഷൻ്റെ ഉപയോഗം. ഇനി നമുക്ക് നമ്മുടെ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ ടെക്നിക്കിലേക്ക് വരാം. ഓക്കെ, ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അനാലിസിസ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്. ഏകദേശം എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് അഡീഷണൽ വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് നടന്നു. അപ്പോൾ ആ ആക്സിഡൻറ്റ് നടന്നത് എന്താണ്, വളരെ മോശപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ഫ്യൂച്ചറിലും അതെന്തുണ്ടാക്കും, അവിടെ ഉള്ള ആൾക്കാർക്ക് ജീവനിലോ അവരുടെ സ്വത്തിലോ എന്ത് ചെയ്യും, അപകടം ഉണ്ടാക്കാനുള്ള ഒരു റീസണാണ്. ആ ആക്സിഡൻറ്റ് ഉണ്ടായ കാരണം എന്താണെന്ന് അതിനെന്ത് ചെയ്യണം, നമ്മൾ തടയണം. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ ആക്സിഡൻറ്റ് ഉണ്ടായത്, എത്ര സിവിയർ ആയിരുന്നു ആക്സിഡൻറ്റ്, ഇൻ കേസ് അത് ഫാറ്റൽ അല്ല, അതായത് ഒരു മൈനർ ആക്സിഡൻ്റ് ആയാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ അതിന് അപകടമൊന്നും സംഭവിച്ചില്ലെങ്കിലും പിന്നീട് ഒരു കാലത്ത് വീണ്ടും അത് ഉണ്ടായാൽ എന്തുണ്ടാവും, അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല, ആർക്കൊന്നും പറ്റിയില്ല, അപ്പോൾ നമ്മളത് എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടേക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ദെൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിനുള്ള കറക്റ്റീവ് മെയിൻ്റെനൻസ് എടുക്കണം. ഓക്കെ, അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എന്ത് ചെയ്യണം, സ്വീകരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് എന്തിൽ വരുന്നത്, ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അനാലിസിസ്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്ന ശേഷം അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അനാലിസിസ് ചെയ്യുന്നവർ. അതായത് നമ്മൾ നേരത്തെ സേഫ്റ്റി ഇൻസ്പെക്ഷൻ നടത്തി അല്ലേ, സേഫ്റ്റിയുടെ കാര്യങ്ങൾ നമ്മൾ നടത്തിയതാണ്. പക്ഷേ അപ്പോഴൊന്നും നമുക്ക് ഈ കാര്യം കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒന്ന് നടന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് എന്താണ്, ഇങ്ങനൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ആക്സിഡൻറ്റിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അനലൈസിസ് ചെയ്തിട്ട് അതിൻ്റെ എന്ത് ചെയ്യണം, റിപ്പോർട്ട് എടുത്തിട്ട് അതിനെ സ്റ്റഡി ചെയ്ത് അവിടെയുള്ള അൺസേഫ് കണ്ടീഷൻസും അൺസേഫ് ആക്ട്സും എല്ലാം എന്ത് ചെയ്യണം, ഇറാഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതെല്ലാം കണ്ടുപിടിച്ചിട്ട് അവിടെ ഇപ്പം നിലവിലുള്ള അൺസേഫ് ആക്റ്റും അൺസേഫ് കണ്ടീഷനും അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്, ആക്സിഡൻറ്റ് ഉണ്ടാവാൻ നടന്ന പ്രൊസീജിയേഴ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. റെമഡിയേഴ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം എന്നാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, ഇത് വീണ്ടും അവിടെയുള്ള എംപ്ലോയീസിന് ഒരു എന്താണ്, വൈറ്റൽ ഡെത്ത് ട്രാപ്പ് തന്നെയാണ്. അതായത് ഒരു മരണക്കെണി തന്നെയാണ് ഈ ആക്സിഡൻറ്റിന് നമ്മൾ എന്ത് ചെയ്തില്ലെങ്കിൽ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനെ എറാഡിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ. ഓക്കെ, അതാണ് അതിനകത്ത് പറയുന്നത്. ദെൻ അടുത്ത എന്താണ്, അപ്രൈസിങ് ജോബ് സേഫ്റ്റി അനാലിസിസ് ആൻഡ് പ്ലാൻ സേഫ്റ്റി ഇൻസ്പെക്ഷൻ. അത് നമ്മൾ നേരത്തെ നോക്കിയതാണ്, തൊട്ട് മുന്നേ നോക്കിയതാണ്. ദെൻ അടുത്ത എന്താണ്, പ്ലേസ്മെൻറ്റ് ഓഫ് വർക്കർ അക്കോർഡിംഗ് ടു സ്യൂട്ടബിലിറ്റി ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബിനും എന്താണ്, അതിൻ്റെതായ സൂട്ടബിളായിട്ടുള്ള വർക്കേഴ്സിനെ വേണം എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ. ഓക്കെ, വർക്കേഴ്സിനെ അസൈൻ ചെയ്യുന്ന രീതിയാണ് താഴെ കൊടുത്തത്. എന്താണ്, ഏജ്, ഹെൽത്ത്, മെൻ്റൽ സ്റ്റെബിലിറ്റി, ദെൻ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതേപോലെ സ്കില്ലും എക്സ്പീരിയൻസും, ദെൻ പങ്ക്ച്വാലിറ്റി ഇൻ യൂസിങ് സേഫ്റ്റി ഡിവൈസസ്, ദെൻ പ്രോപ്പർ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് വർക്ക്, അതായത് അവരുടെ മനോഭാവം എന്താണ്, വർക്കിനോടുള്ള അവരുടെ മനോഭാവം, ദെൻ അവരുടെ ശീലങ്ങൾ, ഹാബിറ്റ്സ്, ദെൻ എക്സ്പോഷർ ടു റിസ്ക്, അവർക്ക് റിസ്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള
ഒരു കാര്യം, ഒരു ഫാക്ടർ, ഇതെല്ലാം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്കേഴ്സിനെ പ്ലേസ് ചെയ്യാനുള്ളത്. ഓക്കെ. ലാസ്റ്റ് യൂസ് ഓഫ് 4E 4E ഓഫ് ആക്സിഡൻറ്റ് പ്രിവെൻഷൻ. ഓക്കെ, 4E ആക്സിഡൻറ്റ് പ്രിവെൻഷൻ ടെക്നിക്ക്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ 4E ആണ് ഈ കിടക്കുന്നത്. ദെൻ എന്താണ്, എൻജിനീയറിങ്, എഡ്യൂക്കേഷൻ, എൻ്റർപ്രൈസിങ്, എൻഫോഴ്സ്മെൻറ്റ്. ഇതാണ് ആ 4E ആക്സിഡൻറ്റ് പ്രിവെൻഷൻ ടെക്നിക്ക്. ഓക്കെ, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.